അതിഥികൾക്കായി കാത്തിരിക്കുന്ന ലോകമെമ്പാടുമുള്ള കൈരളിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമസ്കാരം. പുതുപുത്തൻ രുചികളുമായി പുതിയൊരു എപ്പിസോഡ് ഇതാ. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേർഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. എങ്ങനെയുണ്ട് ഡാൻസ് ഒക്കെ? എങ്ങനെയായിരുന്നു? സ്റ്റെപ്പ് ഇതുവരെ തെറ്റിയില്ല. കൂട്ടിയിടിച്ച് മറിഞ്ഞ കറക്റ്റ്. മുഖത്തിട്ട് ഒരെണ്ണം കിട്ടി, കാലിനിട്ട് പക്ഷെ വേറൊരു കാര്യം, നമ്മുടെ സ്റ്റെപ്പ് ഒന്നും മാച്ച് അല്ലെങ്കിൽ നമ്മുടെ എനർജി സൂപ്പർ. സാധാരണ എപ്പിസോഡ് തുടങ്ങുമ്പോൾ എപ്പോഴും അഡീഷണൽ ഇത് ചാർജ് ആവണ്ടേ, ചാർജ് ഇത് ചാർജോട് കൂടിയാണ് തുടങ്ങി. അതെ അതെ അതെ. എന്താ വിഷ്ണു ആണെന്ന് കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അതെ. ഡാൻസ് മാസ്റ്റർ വിക്രമാണായിരിക്കും. നമ്മുടെ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ ഓക്കെ, താങ്ക് യു. അപ്പൊ എങ്ങനെയുണ്ട്? നമുക്ക് തുടങ്ങാലോ കാര്യങ്ങളൊക്കെ. ഇന്നെങ്ങനെ കയ്പാണോ, രുചിയാണോ, മധുരമാണോ, എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇഷ്ടം ഞങ്ങൾക്ക് നിങ്ങൾ കുറച്ചുകൂടി എനർജി ആയിട്ട് കാണണം. ഇതിക്കുള്ള എനർജി ആണോ ഇനി? അല്ല, ആ ഫുഡ് ഭക്ഷണത്തിലും വേണം ആ ഒരു എനർജി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇവർ ഇത്ര എഫേർട്ട് എടുത്തിരിക്കണല്ലേ, അപ്പൊ എന്തെങ്കിലും കുറച്ച് സിമ്പിൾ ആയിട്ട് കൊടുക്കാം. വലിയ ഹെവി ആയിട്ടൊക്കെ കൊടുത്താൽ അവർക്ക് ചെയ്യാൻ പറ്റും. അല്ല, നിങ്ങൾ ചെയ്യും. പക്ഷേ നിങ്ങൾ തുടക്കത്തിലേ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് എനർജി ഒക്കെ ഇങ്ങനെ ഇതാക്കി നിൽക്കുമ്പോ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ആക്കി തരാം. വല്ലൊരു പരിപ്പുവടയോ ഹലോ പഴംപൊരിയോ. ഹലോ ഗെയിമോ? ഇന്ന് ഗെയിമില്ല, ഇപ്പൊ ഇല്ല. ഗെയിം കുറച്ചായിട്ടുള്ളൂ. ഗെയിം ഉണ്ടോ ചോദിക്കായിരുന്നു. വേണ്ടേ? ഞാൻ കുക്ക് ചെയ്യണേക്കാളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു കാര്യം പറഞ്ഞേ. അങ്ങനെ പറയേ. വിനേജിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? സത്യസന്ധമായിട്ടാണ് ഉറങ്ങുന്നത്. എനിക്ക് പാട്ട് കേട്ട് ഡ്രൈവ് ചെയ്യുന്നത്. ദീപന്? എനിക്ക് പാട്ട് കേൾക്കുന്നത് ഇഷ്ടമാണ്. യമുനച്ചിക്ക്? എനിക്കും പാട്ട് കേട്ട് ഉറങ്ങുന്നത്. ഓക്കെ. ക്രിസ്? വർക്ക് ചെയ്യുക, യാത്ര ചെയ്യാൻ ഇഷ്ടം. വർക്കൗട്ട്, പരദൂഷണം പറയാം. അതാണ് നാദിറ എന്ന് പറഞ്ഞ സത്യസന്ധമായിട്ട് അവള് പറയും. എനിക്ക് ചേച്ചി പറഞ്ഞില്ല സത്യം. എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് തീരെ ഇഷ്ടമല്ല പരദൂഷണം കേൾക്കുന്നതും പറയുന്നതും. ശരിയാണ്. നമുക്ക് ഒരു കാര്യം സത്യം പറയാം, പരദൂഷണം പറയേണ്ട ഒരു വേദിയല്ല നമ്മുടെ ഈ. നമുക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊടുക്കാം. അതല്ലേ അത് പോയിന്റ്. അപ്പൊ സാധാരണ ആണുങ്ങൾ ചെയ്യാത്തതും എന്നാൽ ആണുങ്ങൾ ചെയ്യേണ്ടതുമായ, ചെയ്തു കൊടുത്താൽ സന്തോഷമാവുന്ന ഒരു കാര്യമുണ്ട്. വീട്ടുജോലിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം. പ്രോപ്പർട്ടി വന്നതിന് ശേഷം അത് പറയുന്നത്. കയ്യടിക്കല് നമ്മളുടെ സാരി കണ്ടപ്പോ വീന ചേച്ചിയുടെയും യമന ചേച്ചിന്റെയും നാദരേന്റെയും ദിവ്യ ചേച്ചിന്റെ ഒക്കെ മുഖം ഒന്ന് വിടർന്ന്. നിനക്കില്ല? എനിക്കറിയാലോ എന്താ സംഭവം. ഇത് ഒരു ടാസ്ക് ഒന്നുമല്ല. പക്ഷെ ഇവന്മാര് വിചാരിക്കുന്നുണ്ടാവുമായിരിക്കും നമ്മൾ രണ്ടുപേരെ സാരി ഉടിപ്പിക്കാനാണെന്ന്. ഈ ഭാഗത്തുള്ളവർക്ക് ഒരു സന്തോഷം കൂടുതലുണ്ട്. എന്നെ സാരി ഉടിപ്പിക്കാനാണെന്ന് വെച്ചിട്ട് അവരുടുക്കാനാണെന്നായിരിക്കും വിചാരിക്കുന്നു. അത് വേണ്ട, പറഞ്ഞാൽ മതി. സസ്പെൻസ് ഇല്ല. അതായത് ഇതിനു മുമ്പ് നമ്മളിത് കണ്ടിട്ടുള്ളത് അങ്ങനെയല്ല. മടക്കണം അല്ല, വടംവലി. വടംവലി അല്ലല്ലോ. അവിടെ ഏറ്റവും മനോഹരമായ രീതിയിൽ സാരി എടുത്ത് മടക്കി ഒരു സാരി ഏറ്റവും കൂടുതൽ വെക്കുന്നത് ചെയ്യുന്നത്. 2 മിനിറ്റാണ് സമയം. ഒരാൾക്ക് 2 മിനിറ്റ്. ഒരേ സമയം 2 ടീമുകൾ മത്സരിക്കും. പുരുഷ കേസരികളായിരിക്കും മത്സരിക്കുക. ഓരോ ടീമിനും ഒരേ സമയം 2 പേര് മത്സരിക്കുക. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാരി ആണോ? ശരി, അവിടെ എടുക്കാം. സാരി എടുക്കുക, നന്നായി ഭംഗിയായിട്ട് മടക്കി ഇവിടെ കൊണ്ട് വെക്കുക. 2 മിനിറ്റിനകത്ത് ഏറ്റവും കൂടുതൽ സാരി ആരാണോ മടക്കി ഭംഗിയായിട്ട് വെക്കുന്നത് അവർ വിന്നർ. വെറുതെ മടക്കി കൂട്ടിയിട്ട് കാര്യമില്ല, നന്നായി മടക്കണം.
വൃത്തിയായി. വെറുതെ മടക്കിച്ച പൗളാണ്. വെറുതെ മടക്കിച്ച അല്ല, നമ്മൾ റിജക്ട് ചെയ്യും. അല്ല സാരി ഇവര് തമ്മിൽ എത്രമാത്രം ബന്ധമുണ്ടെന്ന് ഇന്ന് ജനങ്ങൾക്ക് ഇവർക്കൊക്കെ സാരി ഒരു കാര്യം ചെയ്യാം. ദാ, നിങ്ങൾ വന്നിങ്ങോട്ട്. ഇവർക്കൊക്കെ സാരി ഉടുത്ത് ബന്ധമില്ല. രണ്ട് അളിയന്മാര് ദീപൻ പോട്ടെ, ദീപൻ. അപ്പൊ നീ ദീപൻ, അനീഷേട്ടാ. നവീൻ. നവീൻ, ഭാര്യയ്ക്ക് സാരി വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? അയ്യോ എത്ര ഏകദേശം എത്ര സാരി വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും? കുറെ വാങ്ങിക്കൊടുത്തു. എത്ര വർഷം കല്യാണം കഴിച്ചിട്ട്? 7 കൊല്ലം കൊണ്ട് എത്ര സാരി വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും? ഒരു 7000. ഓ അത്രയൊന്നും ഇല്ല. അപ്സരക്ക് അത്ര കിട്ടിയിട്ടുണ്ടോ? പൊന്നടിയേ. രാമേന്ദ്രന്റെ മോൻ. നമ്മുടെ സ്വന്തം രാമചന്ദ്രൻ. നമ്മുടെ സ്വന്തം രാമചന്ദ്രൻ. ഭാര്യയുടെ സാരി എടുക്കുമ്പോൾ സാരിയുടെ പ്ലീറ്റ് പിടിച്ച് വെച്ചേക്കും. പ്ലേറ്റ് ഞാൻ പല പ്രാവശ്യം പിടിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നും കറക്റ്റ് ആയിട്ടില്ല. ഞാൻ പിടിച്ചു കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് ഇതിലൊക്കെ പക്ഷെ അവര് ചീത്ത അവസാനം പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരി തന്നെ പറയും ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയും. നവീൻ അങ്ങനെ sorry. ഞാനങ്ങനെയാ. മനുവിന്റെ അടുത്ത് ദീപൻ ഭയങ്കര അടിയാവും. അല്ല എന്റെ ഭാര്യ അധികം സാരി ഉടുക്കാറില്ല. പക്ഷെ പ്ലേറ്റ് പിടിച്ചില്ല. പക്ഷെ റീസെന്റ് ഒരു സീനിൽ ഞാൻ നായികയ്ക്ക് ഉടുപ്പിച്ചു കൊടുത്തു. വീട്ടിൽ ഉടുപ്പിക്കാൻ പക്ഷെ വയ്യ. അതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ അന്ന് ഉടുപ്പിച്ചു കൊടുക്കാനും എനിക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ അറിയില്ലായിരുന്നു. അപ്പോഴാണ് എന്റെ കൂടെയുള്ള ആർട്ടിസ്റ്റ് പറഞ്ഞത് ഞങ്ങളുടെ ഒരു ഉദാഹരണം വെച്ചാൽ ഞങ്ങളുടെ ഒരു വിശ്വാസം ഞങ്ങളുടെ ഇവിടെ നിന്ന് പോകുന്ന നിങ്ങളാണ് പിന്നെ ഒരിടത്തും തോൽക്കരുത്. മോശക്കാരാണ്, ചീത്തപ്പേരുണ്ടാക്കും. ഇത്രേ ഉള്ളൂ. ഇവിടുത്തെ പാത്രം വരെ കഴുകി വെച്ചിട്ട് വിടുള്ളൂ. അനീഷേ നീ വൈഫിന് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? സാരി പിടിപ്പിച്ചു കൊടുക്കും. ഉടുപ്പിച്ചു കൊടുക്കാൻ അറിയില്ല. ആ, അങ്ങനെ. പക്ഷെ pleats ഒക്കെ പിടിച്ചു കൊടുക്കാം. അത് ചെയ്യാറുണ്ട്. മടക്കി കൊടുക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് കേരളത്തില് സത്യം പറഞ്ഞ ചേട്ടൻ പിടിച്ചു കൊടുത്തിട്ടില്ലേ? ഞാൻ TV കണ്ടോണ്ടിരിക്കുക. അതെ. ഇല്ലേ? നമ്മളൊക്കെ അങ്ങനെയാണ്. അതാണ് പിന്നെ റെഡി. ടൈം നോക്കാം. റെഡി 1 2 3 സ്റ്റാർട്ട്. നവീൻ സൂപ്പർ. നവീൻ നവീന്റെ സാരിയുടെ അവനതൊക്കെ അറിയാം. ചേട്ടാ പണിയില്ലാത്തത് ഇതൊക്കെ തന്നെയാണ് എന്റെ പണി. സൂപ്പർ. രണ്ടാമത്തെ സാരി സമയം കൂടി. സമയം അവസാനിച്ചു. എനിക്കിത് മടക്കാം. അടിപൊളി. വീരോടും വാശിയോടും കൂടി ഒരു മത്സരമാണ്. 2 മിനിറ്റിനകമാണ് മടക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് തൽക്കാലം അത് രണ്ടും അങ്ങനെ തന്നെ അങ്ങ് വെച്ചേക്കാം. നമുക്ക് കാരണം രണ്ടുപേരും മത്സരിക്കാനുണ്ടോ. ഇത് നവീന്റെ സംഭാവന. തൊടണ്ട. അത് നവീന്റെ അല്ലടാ. ഇത് ഞാൻ ചെയ്തതാ. കണ്ടറിയില്ലേ? എനിക്ക് സാധാരണ മോശമായി ചെയ്യുന്നത് നവീനാണല്ലോ. പക്ഷെ ഈ കാര്യത്തില് നവീൻ ചേട്ടൻ പെർഫെക്ഷൻ. പൊളി, പൊളി. അതെ. 2 മിനിറ്റ് കൊണ്ട് 2 സാരി മടക്കി. ചെറിയ കാര്യമല്ല. അപ്പൊ ദീപനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. എന്റെ ഭാര്യ ചുരിദാറായിരുന്നു സാരി ഇപ്പൊ പറഞ്ഞോളൂ 7000 സാരി മേടിച്ചോളൂ. റെസ്റ്റ് എടുത്തോളൂ. അല്ല ഇതോടെ പഠിച്ചു. ഇന്ന് വീട്ടിൽ പോയി എന്തായാലും ചെയ്തോളൂ.
അപ്സര കാണിക്കാത്ത പോലെ ഞാൻ പോയിട്ടില്ല. ഞാൻ പോയിട്ടില്ല. അപ്സരയ്ക്ക് അതറിഞ്ഞൂടാ. മീനെ റെഡി, മത്സരം തുടരുന്നു, വാപ്പ് നടക്കുന്നു. അടുത്ത സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ വരൂ. റെഡി, 1 2 3 സ്റ്റാർട്ട്. എന്താണ് എന്നെ തോപ്പിക്കാൻ വേണ്ടി ഇത്ര പേരാ? അല്ല സൂപ്പർ നീ തോൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. ക്രിസ്തേട്ടൻ പടക്കം നോക്ക്. ആമയും മുയലും തിരക്ക് പിടിക്കണ്ട. ക്രിസ്തേട്ടന്റെ ക്ഷമ നോക്ക്. കണ്ടാ ഇപ്പൊ തന്നെ 4 ക്ഷമയാണ് എന്റെ ഗമ എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്രിസ്തേട്ടന് യാതൊരു പടക്കം നോക്ക്. ക്ഷമയാണ് എന്റെ ഗമ. എന്റെ ദൈവമേ. അയ്യോടാ, ആ മടക്കുന്ന രീതി നോക്ക്. സാരിക്ക് ഒരു നാക്കുണ്ട്. വെച്ചോ. കറക്റ്റ്. എനിക്കില്ല, അതിന്റെ ധൈര്യമല്ലേ. സാരിയുണ്ടല്ലോ. അല്ല, താടിയാ. ടൈം കഴിഞ്ഞു. ടൈം കഴിഞ്ഞു. ഏതാ നല്ലത്? ഇപ്പൊ ഇത് കാഴ്ച ഇപ്പൊ നമ്മളിപ്പോ ഡയറക്റ്റ് ഇങ്ങനെ കാണുമ്പോ കറക്റ്റ് മടക്കി വെച്ചേക്കുന്ന വിഷ്ണു വിഷ്ണുവാണ്. മീനാക്ഷിക്ക് എന്ത് തോന്നുന്നു? ഇതില് വിഷ്ണു വിഷ്ണു. നാദരിക്ക് എന്ത് തോന്നുന്നു? വിഷ്ണു അല്ലെ പോയപ്പോഴേ അത് കറക്റ്റ് അപ്സര, എങ്ങനെയുണ്ടായിരുന്നു മത്സരം? എങ്ങനെയുണ്ടായിരുന്നു മത്സരം? സൂപ്പറായിരുന്നു. കാരണം ഒരു പരിചയമില്ലാത്ത പരിപാടിയാണ് ഇവരുടെ ചെയ്തപ്പോ മനസ്സിലായി. പക്ഷെ എന്നിട്ട് അവർ ചെയ്തില്ല. പക്ഷെ പരിചയക്കാരുണ്ടായിരുന്നതിനകത്ത് 2 മിനിറ്റ് കൊണ്ട് 2 സാരിയൊക്കെ മടക്കി കളഞ്ഞു. സ്ത്രീകൾ പോലും അത് മടക്കില്ല സത്യം അല്ലേ? വിനച്ച് മടക്കൂ 2 മിനിറ്റ് കൊണ്ട്? കൊണ്ട് പറ്റൂ. ഇല്ല. 2 മിനിറ്റ് കൊണ്ട് ഒരു സാരി പറ്റും. ഞങ്ങൾ 5 മിനിറ്റ് കൊടുക്കാത്ത ഭാഗ്യമായി. ചേച്ചി 5 മിനിറ്റ് കൊടുക്കാത്ത ഭാഗ്യം ഇല്ലെങ്കിൽ ദീപന്റെ പിടിച്ചോടിച്ചാൽ മടക്കിയാണ്. ദീപന്റെ കൂടെ പിടിച്ചെടുത്തായിരുന്നു. അതെ. പിന്നെ മടക്കാത്തടുത്ത് വീഴാനൊക്കെ പോയി. ചെറിയ ഒരു മത്സരമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ കണക്ക് രസമായിരുന്നു, സന്തോഷമായിരുന്നു. പലതരത്തിലുള്ള സാരി മടക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ താടിയുള്ള സാരി കൂടെ നമ്മൾ കണ്ടു. അപ്പോൾ പിന്നെ വേഗത്തിൽ മടക്കുന്നവരെയും സാവകാശം മടക്കുന്നവരെയും കണ്ടു. പക്ഷെ എനിവേ എല്ലാവരും തമാശയ്ക്ക് സന്തോഷം. ദിവ്യ എത്ര ദേഷ്യപ്പെട്ടിരിക്കുന്നത്? ദിവ്യ സീരിയസ് ആണ്. ദിവ്യ സീരിയസ് ആണ്. ഞാൻ പറയുന്നത് ദിവ്യ വാ. ചെല്ല് ദിവ്യ ചെല്ല്. എന്നെ കുരിശിലേറ്റ പറഞ്ഞ അനുസരിക്കും കുട്ടി. കണ്ണീന്നൊക്കെ വെള്ളം മഞ്ഞ സാരി എടുത്ത് മടക്കി മടക്ക്. നോക്കട്ടെ. ഒറ്റ ready. അപ്പൊ കൺഗ്രാജുലേഷൻസ്, അടിപൊളിയായിരുന്നു. എനിവേ എന്തായാലും മത്സരം ഗംഭീരമായിരുന്നു. എല്ലാവരും നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്തു, വളരെ സ്പിരിറ്റോടുകൂടി എടുത്തു. നവീനാണ് വിന്നർ. പ്രൈസ് സെക്കൻഡ് പ്രൈസ് നമ്മുടെ സ്നേഹം. സ്നേഹ ഒരു സാരി തന്നെ കൊടുത്തോ? ഒരു സാരി അവന് കൊടുത്തു വിട്ടേക്കാം. ഒരു സാരി മടക്കിയ 2 സാരി. ശരി, കഴിഞ്ഞ രാത്രിയാണെങ്കിൽ ഒറ്റയ്ക്ക് സാരിയൊക്കെ വാരി കെട്ടി മടക്കി നമുക്ക് മാറ്റാം. യെസ്. ഇനി നമ്മൾ അടുത്ത സ്പാർക്ക്. അമ്മേ അടുത്ത സ്പാർക്ക്.
പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് മേഖലയിലേക്ക് കടക്കട്ടെ. കടക്കാം. എന്ത് തരം വിഭവമായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? പറയച്ചി വളരെ സിമ്പിൾ കിട്ടോ സിമ്പിൾ മതി ചേട്ടാ. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസം സിമ്പിൾ ആയിരുന്നു. അല്ല നിന്ന് സിമ്പിളാ ഇപ്പൊ അല്ല ഇവരിപ്പോ ഓൾറെഡി കുറെ എനർജി ഒക്കെ അവര് നമുക്ക് വേണ്ടി തന്നു സത്യം ചേട്ടാ. അവരിങ്ങനെ പല്ല വടയോ സിമ്പിളോ വട സിമ്പിളാ. നാട്ടി വടക്ക് പണിയുണ്ട് വടയല്ല കുറച്ച് മോഡേൺ ആക്കി പറയാം. തൊള്ളയിടാൻ തന്നെ ടൈം എടുക്കും. കട്ട്ലറ്റ് ഉണ്ടാക്കിക്കോട്ടെ. ആ ആ നല്ലതാ അത് നമുക്ക് അത് പിന്നെ സിമ്പിളാ കട്ട്ലറ്റാ. കട്ട്ലറ്റ് എന്നാ ശരി വലിയ ഒട്ടകം ഫ്രൈ ചെയ്യാം. വലിയ comedy. പാവല്ലേ ഇതിന് സിമ്പിൾ ആയിട്ട് എന്തിനു കൊടുക്കാന്ന് പറഞ്ഞപ്പോ പിന്നല്ലാതെ കട്ട്ലറ്റ്. എന്റെ അമ്മേ. അപ്പൊ ഒന്ന് കട്ട്ലറ്റ് മതി കട്ട്ലറ്റ് മതി. ഓക്കെ കട്ട്ലറ്റ് ഓക്കെ ശരി, അപ്പൊ കട്ട്ലറ്റ് ഓക്കെ ആണെങ്കിൽ കൈയടിച്ച് പാസ്സാക്കാം. എല്ലാവർക്കും ഇഷ്ടമല്ലേ കഴിക്കാൻ അപ്പൊ അതിനു മുമ്പായിട്ട് നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യണം. ഞാൻ ഉണ്ടാക്കുന്ന നീയും നീ ഉണ്ടാക്കുന്ന ഞാൻ ഉണ്ടാക്കില്ല. ഓക്കെ ഓക്കെ എല്ലാരും ഒരേ തരം കറികൾ കണ്ടിട്ടുണ്ടെങ്കിലോ വ്യത്യസ്തമായി ഞങ്ങളുടെ കയ്യിൽ എന്തൊക്കെ കിട്ടുമെന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾ അതറിയാലും നോക്കാം. റെഡി? അപ്പോ ആദ്യം ആരാ? ഞങ്ങൾ നേരെ മെക്സിക്കോയിൽ പോകുന്നത്. ഓൾ ദ ബെസ്റ്റ്. ചെയ്യട്ടെ. ഓക്കെ റെഡി. ശരി. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by അമൃതവേണി KSFE and നമ്മുടെ രാമചന്ദ്രൻ. മെക്സിക്കൻ കട്ട്ലറ്റ് മെക്സിക്കൻ കട്ട്ലറ്റ് സാധാരണ നമ്മൾ എല്ലാവരും ഹോംലി സാധനം ഉണ്ടാക്കുന്നത്. ഇത്തവണ ഒരു മെക്സിക്കൻ കട്ട്ലറ്റ് ആണ് നമ്മൾ കട്ട്ലറ്റ് റൗണ്ടിൽ കൊണ്ടുവരുന്നത്. എന്താണ് ഈ മെക്സിക്കൻ മെക്സിക്കൻ കട്ട്ലറ്റ്? കട്ട്ലറ്റിന്റെ നമ്മുടെ കട്ട്ലറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ സീസണിംഗ് എന്ന് പറയുന്ന ആക്ച്വലി USA എന്ന് കൊണ്ടുവന്ന ഒറിജിനൽ സീസണിംഗ് ആണ്. ഇതിനകത്ത് ഈ മെക്സിക്കൻ കട്ട്ലറ്റ് ചേർക്കാൻ വേണ്ടി ടാക്കോ മിക്സിന്റെ മിക്സ് കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് കുറേ ചേരുവകളുടെ പേരുണ്ട്. പക്ഷെ പലതും എനിക്ക് മനസ്സിലായി. ഞാൻ ഇപ്പൊ ഇവിടെ നിന്നാണ് ഗൂഗിൾ ചെയ്ത് പലതും നോക്കിയത്. അതിനകത്ത് കോഷർ സോൾട്ട് എന്താണെന്ന് നോക്കിയപ്പോഴും നമ്മുടെ സാധാരണ കല്ലുപ്പിനെയാണ് കോഷർ സോൾട്ട് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചിയും കൂടെ ഒരു ചെറിയ തർക്കം ഉണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് നമ്മുടെ പനിക്കൂർക്കയ്ക്ക് എന്തായിരുന്നു പേര് എഴുതുന്നത്? ഓർഗാനോ. അപ്പൊ ചേച്ചി പറഞ്ഞു ഇല്ല ഇത് വേറൊരു സംഭവമാണ്. അപ്പൊ ഞാൻ സത്യത്തിൽ കസൂരി മേത്തി ഈ പനിക്കൂർക്കെന്നാ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇന്നാണ് മനസ്സിലായ കസൂരി മേത്തി ഉലുവയുടെ ഇല പൊടിച്ചെടുക്കുന്നതാണ് കസൂരി. അപ്പൊ ഉലുവ ഇല പൊടിച്ചതാണ് കസൂരി മേത്തി. അപ്പൊ നമ്മുടെ ഓർഗാനോ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ വീട്ടിൽ കാണുന്ന പനിക്കൂർക്ക, പിന്നെ നമ്മുടെ നോർമൽ ചില്ലി ഉണക്കി പൊടിച്ചത്, അതുപോലെ ചെറിയ ജീരകം, പാപ്രിക്ക, അതായത് വലിയ ക്യാപ്സിക്കം ഉണക്കി പൊടിച്ചത്, പിന്നെ ചെറിയ ജീരകം പൊടിച്ചത്, ഇതെല്ലാം ഉള്ളി ഉണക്കി പൊടിച്ചത്, ഓണിയൻ പൗഡർ, ഗാർലിക്, ഇതെല്ലാം കൂടെ പൊടിച്ച് ചേർത്ത മസാലയാണ് റെഡിമെയ്ഡ് ആയിട്ട് US നിന്ന് കൊണ്ടുവരുന്ന ടാക്കോ മിക്സിംഗ്. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് മെക്സിക്കൻ കട്ട്ലറ്റ്. ഓക്കെ തുടങ്ങാം. മെയിൻ ഇൻഗ്രീഡിയന്റ് നമ്മുടെ ഗ്രൗണ്ടഡ് ബീഫ്. എന്നുവെച്ചാൽ കട്ട്ലറ്റിന് പൊടിച്ച് നമ്മൾ ബീഫ് പൊടിച്ച് വെച്ചിരിക്കുന്നു. ഓക്കെ സെയിം ഈ കൂട്ട് വെച്ചിട്ട് നമുക്ക് ചിക്കനിലും എല്ലാത്തിലും ബീഫായാലും ഫിഷിനായാലും നമ്മൾ മെക്സിക്കൻ ആ ഒരു ടേസ്റ്റാ, അതാണ് മെയിൻ ഫ്ലേവർ. ഓക്കെ ഈ മെക്സിക്കൻ കട്ട്ലറ്റ് ആയിട്ട് എനിക്ക് അധികം ഇൻഗ്രീഡിയന്റ് അറിയില്ല. അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞു എടാ ഇത് മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടാക്കോ മിക്സ് ആണ്. പക്ഷെ എന്നാൽ 2 മസാല കൂട്ട് ഞാൻ ഇവിടെ കണ്ടു. അപ്പൊ എനിക്ക് ആദ്യം അതിന് പരിചയപ്പെടാം, നിങ്ങൾക്ക് പരിചയപ്പെടാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. എന്താണ് ഈ സംഭവം? ഇത് ജിഞ്ചർ ഗാർലിക് പൗഡർ, ഇത് ഒറിഗാനോ, പിന്നെ പച്ചമുളക്, പിന്നെ നമുക്ക് നാരങ്ങ, ടൊമാറ്റോ, വെളിച്ചെണ്ണ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മുടെ മല്ലിയില, പിന്നെ പച്ചമുളക്, 2 മുട്ട എടുത്ത് വെച്ചിരിക്കും. 2 മുട്ട, അത് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ബ്രെഡ് ക്രംസ്. നമ്മൾ എപ്പോഴും ഈ പാനൊക്കെ വെച്ചിട്ട് പാനൊന്ന് ചൂടായിട്ട് വേണം എണ്ണ ഒഴിക്കാൻ. എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാൻ നിൽക്കരുത്. കാരണം ഓയിൽ ചൂടാവും തോറും അതിൻ്റെ അകത്ത് എന്തായാലും എന്തൊക്കെയോ കെമിക്കൽസ് ഫോം ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷെ എന്തായാലും എന്നെ ചെറുതിലോട്ടെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് പാത്രം ചൂടായതിനു ശേഷം മാത്രം എണ്ണ ഒഴിക്കണമെന്നാണ്. ഈ റെസിപ്പി ടിപ്സിന് പുറമെ അടുക്കള ടിപ്സ് ആണ് ഇതൊക്കെ. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഞാൻ ഇതുവരെ പറയാത്തൊരു രഹസ്യം വെളിപ്പെടുത്താം. ഞാനൊരു ഹോട്ടൽ ബിസിനസ് കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാ. നിനക്കത് അറിയോ? അത് ഇപ്പോഴാണ് പരസ്യമായത്. കുറച്ച് എണ്ണ ഒഴിക്കണം. അപ്പൊ എണ്ണ ചൂടായി, അതിലേക്ക് നമുക്ക് ഈ ബീഫ് ഇടാം. വെള്ളം വീഴല്ലേ. ഇത് ഗ്രില്ല് ചെയ്താ എടുക്കുന്നല്ലേ? അതിൽ വെള്ളം ഉണ്ടായിരുന്നു ഗൈസ്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കുക വെള്ളം ഇല്ലാതെ ഇടുക. അല്ല വെള്ളം ഇല്ലായിരുന്നു, പക്ഷെ അത് എന്തോ ഊറി ഇറങ്ങിയെന്ന് തോന്നുന്നു. ഓക്കെ നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞിടണമായിരുന്നു. അപ്പൊ ഇതിനെ ഒന്ന് എണ്ണയിൽ ചെറുതായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ഈ ബീഫിലേക്ക് ഇത്തിരി ഉപ്പ് ബീഫിൽ പിടിക്കാൻ വേണ്ടി ഇടണം. അപ്പോൾ ദാണ്ട നോക്കിയേ,
ഏകദേശം ഗ്രില്ലായി ആ കേട്ടോ. ഒന്ന് ഗ്രില്ലായി. അതുകൊണ്ട് നമ്മുടെ ഗ്രിൽഡ് ബീഫിലേക്ക് ഒണിയൻ അരിഞ്ഞത്, കട്ട് ചെയ്ത ഓണിയനും സവാള അരിഞ്ഞത്, പിന്നെ പച്ചമുളക്, കുനുകുനാന്നരിഞ്ഞ പച്ചമുളക്. അതൊന്ന് ജസ്റ്റ് സോട്ടേ ചെയ്താൽ മതി. ഭയങ്കര വഴന്ന് കിട്ടണ്ട, ആ ഉള്ളിയുടെ ഒരു ക്രഞ്ചിനെസ് വേണം. ഈ സവാളയൊന്നും വഴറ്റണ്ട, ജസ്റ്റ് ആ ചൂടിൽ തന്നെ ഒന്ന് ഇതായി അങ്ങ് ഓഫ് ഒരു ഹാഫ്. കാരണം ആ സവാളയുടെ ഒരു ക്രഞ്ചിനെസ് കിട്ടണം. ഇത് വിടണോ? കേട്ടോ. മല്ലിയില താണ്ട ഞാൻ കൈകൊണ്ട് അതിലോട്ട് പിച്ചിങ്ങിട്ട്. ആ സമയത്ത് നമുക്ക് ഈ പൊട്ടാറ്റോ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഞാൻ കയ്യിൽ നെയിൽ പോളിഷ് ഇടാറില്ല. അതിവിടെ വന്നതുകൊണ്ടല്ല, കയ്യിൽ നെയിൽ പോളിഷ് ഇടാറില്ല. കാരണം വീട്ടിലും കുക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട്. ശ്രദ്ധിക്കുക, മെക്സിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ കൈ സോപ്പിട്ട് നന്നായിട്ട് കഴുകുക, പിന്നെ കയ്യിൽ നെയിൽ പോളിഷ് ഇടാതിരിക്കുക. അത് മെക്സിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ടല്ല, പൊതുവേ കയ്യിൽ ഇടാറില്ല. കാരണം ഞാൻ വീട്ടിലും കുക്കിംഗ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്കതെന്തോ ഇഷ്ടമല്ല. പിന്നെ ഇതാ ഓഫ് ചെയ്യാണ് ഞാൻ, ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇത് മതിയോ? ഇനി ഇതിലേക്ക് മതിയോ? അതുകൂടി ഇട്ടോ. ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പൗഡർ ഇടണം, കുറച്ച് ഒറിഗാനോ. ഇത് കണ്ടോ, ആ മുളകിന്റെ കുരുവൊക്കെ കിടക്കുന്നുണ്ടോ? നല്ല മണം. മുളകിന്റെ കുരു കണ്ടോ നീ? കണ്ടാ? അപ്പൊ ചേച്ചി പറഞ്ഞ ഇത് ഇവിടെ അവൈലബിൾ അല്ല. ഇത് അവൈലബിൾ അല്ല. എന്നാൽ ട്രിവാൻഡ്രത്തില്ല. ട്രിവാൻഡ്രം മൊത്തം ഞങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഈ മെക്സിക്കൻ കട്ട്ലേറ്റ് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്? അല്ല, ഉണ്ടാക്കാം. ഈ സാധനങ്ങൾ മുഴുവൻ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോന്നും വാങ്ങിയിട്ട് അളവാണ് അറിയേണ്ടത്. അപ്പൊ അതെന്താണ് അളവിന്റെ? അല്ല, അത് ഇതിലുണ്ടോ അളവ്? ഇതിൽ അളവില്ല. അളവില്ല. ഇതില് ഐറ്റംസിന്റെ പേര് മാത്രമേ ഉള്ളൂ. എന്താ പറയാ, ആ ടാക്കോ മിക്സിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന സ്മാഷ് ചെയ്ത പൊട്ടാറ്റോ ആണ്. ഇനി കുറച്ച് ബ്രെഡ് ക്രംസ് ചേർക്കണം ഇതിലേക്ക്. എന്തിനാന്ന് വെച്ചാൽ അതൊന്ന് കോട്ട് ചെയ്ത് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് വേണ്ടി. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റിന്റെ മെയിൻ മിക്സ് റെഡി ആയി കഴിഞ്ഞു. എന്തൊക്കെയാണ്? ഗ്രൗണ്ടഡ് ബീഫ്, പിന്നെ അതായിട്ട് ബ്രെഡ് ക്രംസ്, പിന്നെ സ്ക്യൂസ് ചെയ്ത് നാരങ്ങ, സവാള, ടൊമാറ്റോ, പിന്നെ ചില്ലി, പിന്നെ മല്ലിയില, പൊട്ടറ്റോ സ്മാഷ് ചെയ്ത പൊട്ടറ്റോ, ജിഞ്ചർ ഗാർലിക് പൗഡർ, ഒറിഗാനോ, പിന്നെ നമ്മുടെ ടാക്കോ മെക്സിക്കൻ കട്ട്ലേറ്റ് ആവശ്യമായിട്ടുള്ള ടാക്കോ മിക്സ്. അതാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. അപ്പോൾ അതെല്ലാം സെറ്റ് ആക്കി. ഇനി അടുത്ത നമ്മൾ ഫ്രൈ ചെയ്യാൻ കട്ട്ലറ്റ് ആക്കി എടുക്കണ്ടേ നമുക്ക്? അപ്പോൾ അത് എണ്ണയിൽ വറുത്ത് കോരണം. അതിനുവേണ്ടി 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ഇതാണ്ട് കട്ട്ലറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഒന്ന് മുട്ടയിലേക്കൊന്ന് മുക്കണം. എന്നിട്ട് ബ്രെഡ് ക്രംസ് ഒന്ന് ഇതാക്കണം. ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ ഇടാൻ പോവുകയാണ് ആദ്യത്തത്. നമ്മൾ രണ്ടാമതിട്ട് 4 കട്ട്ലേറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി ചുട്ടത്. അങ്ങനെ ഞങ്ങളുടെ മെക്സിക്കൻ കട്ട്ലേറ്റ് റെഡിയാണ്, റെഡി ടു ഈറ്റ് അല്ലേ? കണ്ടോ? സോ ഇനി ഇതൊരു ഗാർണിഷ് പരിപാടിയുണ്ട്. അതുപോലെ കുറച്ച് കട്ട്ലേറ്റ് ഷേപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ചെയ്യാം. പക്ഷേ എന്നാലും നമ്മുടെ ആദ്യ പ്രക്രിയ കഴിഞ്ഞ് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടിയിരിക്കുകയാണ്. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട സമയമാണ്. ഷെഫിനെ നമ്മൾ വെയിറ്റിംഗ് ആണ് അല്ലേ? അപ്പോൾ ഇത് ഐശ്വര്യമായിട്ട് ഇവിടെ വെച്ചിട്ട് ബാക്കി ഗാർണിഷ് കൂടെ ഇവനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കട്ടെ. ഓക്കെ. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrutavedi KSFE and നമ്മുടെ രാമചന്ദ്രൻ. അപ്പോൾ എന്തായാലും ശരി തന്നെ ടേസ്റ്റ് ചെയ്യണ്ടേ? ഏറെ ഇഷ്ടത്തോടെ, ബഹുമാനത്തോടെ, അഭിമാനത്തോടെ നമ്മുടെ പ്രിയങ്കരനായ ഷെഫിനെ സ്വാഗതം ചെയ്യേണ്ട സമയമായിരിക്കണം. കാരണം നമ്മൾ അറിയാം, എപ്പോഴും രുചിയുടെ കലവറകൾ തേടി ധാരാളം യാത്രകൾ ചെയ്തിട്ടുള്ള ഷെഫുമാരായിരിക്കും നമ്മളെപ്പോഴും പരിചയപ്പെടുത്താറുള്ളത്.
അത് അവർ ശാസ്ത്രീയമായ ഇത് പഠിച്ചിട്ട് വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായിട്ട് ഒരു സ്മെല്ല് കൊണ്ടോ ഒരു കാഴ്ച കൊണ്ടോ ഒരു സ്പർശനം കൊണ്ടോ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും, ആധികാരികമായിട്ട് പറയാൻ പറ്റും. പക്ഷെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് നേടിയ ഒരു ഷെഫിനെയാണ് നമ്മൾ വിളിക്കുന്നത്. ജീവിതാനുഭവങ്ങൾ ചേർത്ത് വെച്ച് അത് പാഠമാക്കി അത് പരീക്ഷിച്ച് അതിൽ വിജയം നേടിയ ഒരു ഷെഫിനെയാണ് വിളിക്കാൻ പോകുന്നത്. നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ട ഷെഫിനെ. സുഖം. ഇറങ്ങ വാ, മ്യൂസിക് വാ. ഞാൻ തന്നെ വേറൊന്നും തോന്നരുത്, ഞാൻ തന്നെ ഷെഫ് വന്നില്ല. അപ്പൊ അനീഷാണെന്ന് നോക്കുമ്പോൾ ജീവിതാനുഭവങ്ങൾ ഒരുപാട് ഉണ്ടെങ്കിലും അത്ര വൈഭവമില്ല. പക്ഷെ ഞാൻ പലപ്പോഴും ഞങ്ങളൊന്നും ഒന്നും അല്ലല്ലേ അപ്സര? നിങ്ങളുടെ മുന്നിൽ ഞങ്ങളൊന്നും അല്ല. അപ്പൊ ഞങ്ങൾ വിചാരിക്കും നിങ്ങൾ ആരെങ്കിലും ഒരു ടീം വന്നങ്ങ് പരീക്ഷിച്ചാൽ എന്നാ ചളം കൊളം. അപ്പൊ അങ്ങനെ വേണ്ട, നിങ്ങൾ ടീമായിട്ട് വരൂ. ഇപ്പൊ നവീനും വീണ ചേച്ചിയോട് ഉണ്ടാക്കിയ വിഭവത്തിന് ഇവരും ബാക്കി 3 ടീം കൂടെ മാർക്കിടട്ടെ. 3 ടീം കൂടി മാർക്ക് അത് കൊള്ളാം. കടുപ്പില്ലല്ലോ. അല്ല, ഇന്ന് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു മാർക്കും ഉണ്ടാവില്ല. എല്ലാവരും കുറച്ചിട്ട് എല്ലാവരും കുറച്ച് അല്ല, പക്ഷെ വേറെ കാര്യമുണ്ട്, അങ്ങനെ കുറച്ചിടുമ്പോ ഓർക്കുക ഓപ്പോസിറ്റ് അവരും നിങ്ങൾക്ക് മാർക്ക് ഇടും. അല്ല, എല്ലാവർക്കും അറിയാം, എല്ലാവരും കുറച്ചേ ഇടുള്ളൂ. അല്ല, അപ്പൊ ഞങ്ങളെല്ലാം ഫുൾ മാർക്ക് ഇട്ട് കൊടുത്താലോ? ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്തായാലാണ് മാർക്ക് വരുന്നത്. 30. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാർക്ക് ഇടാം. വിഷമിക്കട്ടെ, നമ്മൾ നിങ്ങളുടെ പേര് പറയില്ല, വെളി പറയില്ല. വേറൊരു കാര്യം, ഇഷ്ടമുള്ള മാർക്ക് ഇടാൻ പറ്റില്ല. 10ലാണ്. ഇപ്പൊ ദീപനും യമുനേച്ചിയും കൂടി ഇവർക്ക് മാർക്ക് 10. അല്ല, അതിൻ്റെ അകത്തൊരു കൺസേൺ ഞാൻ പറയട്ടെ. നമുക്കൊന്നും ആധികാരികമായി ഇതിന്റെ ഒന്നും അറിയാൻ പറ്റില്ല. ജീവിതാനുഭവങ്ങളുണ്ടല്ലോ. ജീവിതാനുഭവമല്ല, നമുക്ക് അതിന്റെ രുചി മാത്രമേ പറയാൻ പറ്റൂ. നമുക്ക് വേറെ അതിൻ്റെ അകത്ത് ഇപ്പം ആധികാരികമായി പറയുന്ന ഷെഫുമാർക്ക് എന്ന് പറഞ്ഞാൽ അതൊക്കെ എടുക്കുമ്പോൾ അതിന്റെ ഒരു മണത്തിലും ഈ പറഞ്ഞ കണക്ക് അത് പിടിക്കുന്നതിൽ തന്നെ അങ്ങനെയും ഒരു യാത്ര നമുക്ക് സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിലൂടെ പോവാം. അപ്പൊ നമ്മൾ ടേസ്റ്റ് നോക്കി നമ്മൾ പറയാം. കട്ട്ലറ്റ് ഇഷ്ടമാണ്. ഒരു വെറൈറ്റി കട്ട്ലറ്റ് കഴിച്ചാൽ അതിന്റെ ഒരു അഭിപ്രായം പറയാൻ പറ്റുമല്ലോ. പറ്റും. കൊള്ളാം. നമുക്ക് പറയാം. അല്ല, അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ തന്നെ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ നമ്മൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കഴിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് എന്തൊക്കെയാണ് ചേർന്നതെന്നൊക്കെ നമ്മൾ സാധാരണ ഒരു ചായക്കടയിൽ പോയി നമ്മളൊരു പലഹാരം എടുത്ത് കഴിക്കണ പോലെയല്ല, ഇവിടെ നമ്മൾ തന്നെ ടേസ്റ്റ് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ കൂടിയോ ഉപ്പ് കൂടി നമ്മൾ തന്നെ അറിയാതെ ഇങ്ങനെ ഇപ്പൊ അത് ശീലിച്ചു തുടങ്ങി. മാത്രമല്ല, നമ്മളെപ്പോഴും നേരത്തെ പോലെ അല്ലല്ലോ. ഇപ്പൊ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അറിയാം, ഓരോ ദിവസങ്ങൾ ഓരോ ദിവസം ഓരോ പാഠങ്ങളാണ്. നമ്മളിവിടെ ജഡ്ജസ് മീൻസ് നമ്മുടെ ഷെഫുമാർ വന്നിട്ട് പറയുന്ന കേൾക്കുമ്പോൾ കാണുമ്പോൾ അറിയുമ്പോൾ പരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ. ഇങ്ങനെയൊക്കെയാണല്ലോ. ഇപ്പൊ പുട്ടിന്റെ കൂട്ടുകാരനാരെന്ന് വെച്ചാൽ നമ്മൾ പറയും പപ്പടം എന്ന് പറയും. എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കേട്ട പാഠങ്ങൾ. പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പോ കടലയാണ് കൂട്ടുകാരൻ കേട്ടോ. പിന്നെ പ്രിയപ്പെട്ട നളൻ, നിങ്ങൾ ഓൺ ബിഹാഫ് ഓഫ് ഷെഫ് നളൻ. ഓക്കെ. അല്ല, ഭയങ്കര കോംബോ. അപ്പൊ 2 കൂട്ടുകാരുണ്ട്, പുട്ടും കടലയും പുട്ടും പഴം അപ്പൊ 3 കൂട്ടുകാർ. ഇങ്ങനെ ടെൻഷൻ കണ്ടോ. ഇപ്പൊ തന്നെ അപ്സര പറഞ്ഞ പോലെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ്. അതെ അതെ, ഇത് മതി. പുട്ടും പരിപ്പും പുട്ടും മീൻകറി പുട്ടും ചായ പുട്ടും പയറും. അതെ, പുട്ടും കട്ടനും. അപ്സരക്ക് ഇപ്പൊ മനസ്സിലായോ? നമ്മള് ഒരു പൂവ് ചോദിച്ചാൽ മീൻകറി, ഒരു മരം വെട്ടി തലേദിവസത്തെ മീൻകറി. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? പക്ഷെ അതിന്റെ ഒരു കാര്യം പറയട്ടെ, ഈ ചെയ്തവര് ഇതിൽ എന്തൊക്കെ ചേർത്തു, എന്താണിത് എല്ലാം പറഞ്ഞിട്ട് വേണം നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് പറയാൻ പറ്റും. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. എന്നാലേ നമുക്ക് അല്ലേ നമുക്ക് അറിയത്തില്ലല്ലോ. ചേച്ചി, നേരത്തെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്മൾ മിണ്ടാതെ നിൽക്കണമായിരുന്നല്ലോ. ഇപ്പൊ നമുക്ക് സംസാരിക്കാമല്ലോ, നമുക്ക് നല്ല ഓപ്ഷൻ ഉണ്ടല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ടേസ്റ്റ് ചെയ്തിട്ട് അല്ല, ഇതിനകത്ത് ആധികാരികമായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മൾ ലഡു ഉണ്ടാക്കിയപ്പോൾ മോയ്സ്ചറസ് ആയിരിക്കണം, അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഗീ ഉണ്ടായിരിക്കണം, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊരു ഷെഫിന് അതിന്റെ ഇൻഗ്രീഡിയൻറ്റ് ഇത് തന്നെ ഉണ്ടാവണം. പക്ഷെ മസ്റ്റ് നീഡഡ് ആയിട്ട് പറയാൻ പറ്റും. പക്ഷെ നമുക്കത് അറിയില്ല. രണ്ടാമത് ഇത് ഗാർണിഷിംഗ് ജഡ്ജ്മെന്റിൽ വരുമ്പോൾ ഫുഡിന് കോമ്പറ്റീഷൻ ജഡ്ജ്മെന്റ് വരെ ഗാർണിഷിങ്ങിന് ഒരു ഇതുണ്ട്. രണ്ടാമത് കണ്ടന്റ് ഉണ്ട്. ചിലപ്പോൾ അതിനകത്ത് അത് ചേർക്കാൻ പാടില്ലായിരിക്കും, പക്ഷെ അത് ടേസ്റ്റ് കൂട്ടുന്ന സാധനങ്ങളായിരിക്കും. അപ്പൊ അതൊക്കെ ഒരു പ്രോപ്പർ അതായത് നിങ്ങൾ മറ്റു ക്രൈറ്റീരിയകളൊക്കെ മാറ്റി വെക്കും. സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ ഒരു പാറ്റേൺ, ഒരു സെഗ്മെന്റ് ഇങ്ങനെയാണ്. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്
നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ കുക്ക് ചെയ്യുമ്പോൾ അതിന് ഭക്ഷണം കഴിച്ച് ജഡ്ജ് ചെയ്യാനുള്ള നമുക്ക് ഇത് വേണ്ടേ? നമ്മള് ഇപ്പൊ ഒരു ഹോട്ടലിൽ ഇപ്പൊ ദീപൻ ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു, എന്നിട്ട് ചേട്ടാ ഇവിടെ നല്ല ആണോടാ, അപ്പൊ നമ്മൾ അവിടെ ശാസ്ത്രീയ വശം നോക്കിയിട്ടാണല്ലോ. അല്ല ടേസ്റ്റ് അവിടെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടു, അവിടെ ഹൈജീൻ ആണെന്ന് പറഞ്ഞു, അവിടെ നല്ല അലങ്കരിച്ച് തരുന്നു പറയുന്നു, അല്ല അവിടെ അത് മതി. പിന്നെ ഈ ഷെഫ് ഇവിടെ വന്ന് ജഡ്ജ് ചെയ്യുന്നതിന്റെ ചില കാര്യങ്ങൾ നമുക്ക് അപ്പൊ അറിയാം. ഒരു കാര്യം ചെയ്തു, ദീപനും എമിനച്ച് തന്നെ ആദ്യത്തെ ഫുഡ് എടുത്തോണ്ട് വരട്ടെ. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrutavedi KSFE and നമ്മുടെ രാമചന്ദ്രൻ. നമ്മുടെ സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3യുടെ ഇതുവരെ നടന്നതിൽ ചെറിയൊരു വ്യത്യാസത്തിലാണ് ഇന്ന് നമ്മൾ മറ്റൊരു സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. നമ്മൾ Judgment. ഒരു ജഡ്ജ്മെന്റ് രീതി ഒന്ന് ചെറുതായിട്ട് മാറി. ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്, പക്ഷെ അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നു, നമ്മളങ്ങനെ തെറ്റൂല. അനുദിനം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറ്റമില്ലാത്ത മാറ്റത്തിന് മാത്രമെന്ന് പറഞ്ഞ പോലെ ഒരു കാര്യമില്ല. ഇവിടെ നിൽക്കാം ആയിക്കോട്ടെ. എന്നിട്ട് കേൾക്കാം, ആസ്വദിക്കാം. ശരി, ആയിക്കോട്ടെ. പറഞ്ഞോളൂ, എന്താണ് വിഭവം? ഇത് മെക്സിക്കൻ കട്ട്ലറ്റ് ആണ്. ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സീസണിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും USA കൊണ്ടുവന്ന സീസണിങ് തന്നെയാണ്. ഒറിജിനൽ USA മോള് കൊണ്ടുവന്നതാണ്. അപ്പം മെക്സിക്കൻ ഡിഷസിൽ മെയിനായിട്ട് എൻ്റെ അറിവിൽ 2 സീസണിങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഫജീറ്റ, അതും പിന്നെ ടാക്കോ സീസണിങ്. അപ്പം ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് രണ്ടും ഇവിടെ സ്റ്റോഴ്സിൽ കിട്ടാനുമില്ല. എൻ്റെ കയ്യിൽ മോള് കൊണ്ടുവന്ന ടാക്കോ സീസണിങ് ഉള്ളതുകൊണ്ട് ടാക്കോ സീസണിങ് ആണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിലൊരു എന്താ പറയുക, ടാക്കോ സീസണിങ്ങിനകത്ത് നോർമലി വരുന്നത് എല്ലാം ഡ്രൈ ഐറ്റംസ് പൊടിച്ചതാണ്. അതായത് ഇപ്പം നോർമൽ നമ്മുടെ ചില്ലി, രണ്ടാമത് നമ്മുടെ ക്യാപ്സിക്കം, പാപ്രിക്ക പൊടിച്ചത്, പിന്നെ രണ്ടാമത് ഒറിഗാനോ, പിന്നെ കുമിൻ സീഡ്സ്. ഒറിഗാനോ എന്ന് പറയുന്നത് നമ്മുടെ പനിക്കൂർക്കയാണ്, രണ്ടാമത് കുമിൻ സീഡ്സ്, ജീരകപ്പൊടി, പിന്നെ ഓണിയൻ പൗഡർ. ഈ ടാക്കോ സീസണിങ്ങും അതുപോലെ ഫക്കീറ്റ സീസണിങ്ങിൽ നമ്മൾ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്കോ സീസണിങ്ങിൽ സിട്രിക് ആസിഡ് ഉണ്ട്, നാരങ്ങ. സോ മറ്റേ ഫക്കീറ്റയിൽ അതില്ല. അപ്പം ഈ നോർമലി മെക്സിക്കൻ കട്ട്ലൈറ്റ് കുറെ നമ്മളിങ്ങനെ റിസർച്ച് ചെയ്ത സമയത്ത് കിട്ടിയത് സിട്രിക് ആസിഡ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ടാക്കോ സീസണിങ് തന്നെ പ്രിഫർ ചെയ്ത് ഞങ്ങൾ എടുത്തത്. അത് മാത്രമല്ല, അങ്ങനെ പറയാതെ ടാക്കോ സീസണിങ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അമേരിക്കയിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്കും എന്റെ ഒരു അളിയൻ അവിടെ ഉണ്ട്. പക്ഷെ അളിയൻ ടാക്കോ സീസണിങ് അയച്ചു തരില്ല. അതാണ്. അപ്പോൾ അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ രണ്ടാമത് എന്താണ്, ഈ മെക്സിക്കൻ കട്ട്ലൈറ്റിൽ നാരങ്ങ, ഈ ടാക്കോ സീസണിങ് ചേരുമ്പോൾ നാരങ്ങ ആയിരിക്കണം അതിന്റെ ടേസ്റ്റ് ബഡ്സിൽ മുന്നിട്ട് നിൽക്കാൻ, പ്രോമിനന്റ് ആയിട്ട് നിൽക്കണ്ട. അപ്പോൾ അത് നാരങ്ങ നമ്മൾ അതിനകത്ത് കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് എടുത്ത് പറയാൻ കാര്യം, നമ്മുടെ നോർമലി ഇവിടെ കഴിക്കുന്ന ഒരു കട്ട്ലറ്റിന്റെ ഫ്ലേവർ അല്ല, ടോട്ടലി ഡിഫറെന്റ് ആണ്. ഒരു ലെമൺ ഫ്ലേവറും, രണ്ടാമത് നോർമൽ നമ്മുടെ ഇവിടെ കട്ട്ലൈറ്റിൽ കുറച്ച് കുരുമുളക്, പെപ്പർ പൗഡർ ഒക്കെ ഇടും. പക്ഷേ ഇതിനകത്ത് സ്പൈസി, കാരണം ഇത് പുറത്തെ ഡിഷല്ലേ, അപ്പോൾ അതുകൊണ്ട് അധികം സ്പൈസി അല്ല. എന്നാൽ ഈ നാരങ്ങ ഫ്ലേവർ നമുക്ക് പ്രോമിനന്റ് ആയിരിക്കും. ഇതിൽ ഗ്രൗണ്ടഡ് ബീഫ് ആണ് മെയിൻ. മെക്സിക്കൻ കട്ട്ലറ്റ് ഗ്രൗണ്ടഡ് ബീഫിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷെ ഗാർണിഷിംഗ് ഭയങ്കര രസമായിട്ടുണ്ട്. താങ്ക് യു. ദീപൻ അതിലെ എക്സ്പേർട്ടാ. അല്ല, അത് ഈ പറഞ്ഞ പോലെ ദീപൻ എല്ലാ കാര്യങ്ങളിലും വളരെ ക്രിയേറ്റിവിറ്റി ചെയ്യുന്ന ഒരാളാണ്. അത് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാൻ മനസ്സിലാവും. വലിയ സന്തോഷം. താങ്ക് യു. കോസ്റ്റ്യൂംസിലാണെങ്കിലും ഇത് വിഭവങ്ങൾ തയ്യാറാക്കി വെക്കുന്ന രീതിയിലാണെങ്കിലും ഒക്കെ അത് വളരെ കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് മറ്റേ ഈ നല്ലതായിരുന്നു. ഓക്കെ, എനിവേ നമുക്ക് ഒരു ഏരിയ തുടങ്ങാം. ബീഫ് ആയതുകൊണ്ട് ചെറിയ കഷ്ടം നോക്കിയാൽ പോലെ. ഞാൻ വളരെ സീരിയസ് ആണ്. അഭിനയിച്ചവരാണ് ഷെഫ്, ഇതിനേക്കാളും പുണ്യമായിരുന്നു. അങ്ങനെയല്ല, സോസ് ഇല്ലാതെ കഴിച്ചു നോക്കട്ടെ. സ്പൂൺ മാറ്റി
അല്ല ഇത് മുമ്പ് അപ്സര ഷെഫ് ഉണ്ടായിരുന്ന സമയത്ത് ജഡ്ജി വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കൽ പേടിച്ചത് ഇതിപ്പോ എല്ലാരും വരുമ്പോഴും BP കൂടിക്കൊണ്ടിരിക്കും. കഴിച്ചല്ലോ അഭിപ്രായം രേഖപ്പെടുത്തിക്കോളൂ. അഭിപ്രായം മീൻസ് മാർക്ക്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ പോയി നമ്മൾ ചോദിക്കാം. മാർക്ക് ഇട്ട്. താങ്ക് യു സോ മച്ച്. Thank you. ആ രുചി ഇങ്ങനെ മനസ്സിൽ കിടക്കട്ടെ. നാദരയും വിഷ്ണു വെച്ചിട്ടുണ്ടടാ 16 കൊല്ലമായടാ മനസ്സിലായി. എന്തേലും പറയാനുണ്ടോ വിഷ്ണു? നന്നായിട്ടുണ്ട്. ഞാൻ അവിടെ ദൂരത്തുനിന്ന് വന്നെ കണ്ടപ്പോഴത്തേക്കും നാദ്രേനോട് പറയുമായിരുന്നു പറക്കും തിളകിയ സീൻ എനിക്ക് ഓർമ്മ വന്നത്. അത് മറ്റേ വണ്ടി പോയതിനു ശേഷം പുക വരുന്നതാണോ? ഒരു കാട് ഇളകി വന്ന പോലെ ഉണ്ടെന്നുള്ളൊരു ജസ്റ്റ് ടേസ്റ്റ് ചെയ്താൽ ഒന്ന് ടേസ്റ്റ് ചെയ്യുക, മാർക്ക് രേഖപ്പെടുത്തുക. എടുത്തോളൂ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഉഫ്. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞു, ചോറ് കുറച്ചേ ഉള്ളൂ. ഞങ്ങൾ രണ്ടും കൂടി ആ അത് അന്തസ് കേട്ടോ. സ്പൂണും വേണ്ടോ? Cheers-ഓ? ഇതിന്റെ റിസൾട്ട് യൂട്യൂബിൽ നോക്കിയിട്ടായിരിക്കും പറയാം. അല്ല ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ജിബ്രഷ് അല്ല എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല അവൻ നാദിരുടെ ചെവി പറയാ. ഇത് യമുന ചേച്ചിയോട് ചോദിച്ചത് റെസിപ്പി പഠിക്കേ. ഇത് എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ എങ്ങനെ സാധിക്കുന്നു? നമ്മളപ്പോ ഉണ്ടാക്കിയത് കട്ട്ലറ്റ് അല്ലല്ലോ. കഴിച്ചു. അതുകൊള്ള ഭക്ഷണത്തിന്റെ അഭിപ്രായം പിന്നെ പറയാം. മാർക്ക് രേഖപ്പെടുത്തും. ഇപ്പൊ ഡിസ്കസ് ചെയ്ത് മാർക്ക് രേഖപ്പെടുത്തി പോവാം. ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കണ്ടു. ഡിസ്കഷൻ കൂടിപ്പോയി. ഓടിപ്പോയി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ഡിസ്കഷൻ ആയത്. പേനയല്ല പേപ്പർ ആണോ? ആ തീർച്ചയായും. അല്ല പിന്നെ നീ അത് വീട്ടിൽ കൊണ്ടുപോകും. ടീം മെമ്പേഴ്സിന് നിനക്ക് ഞാൻ അത് വേണ്ട വെച്ചിട്ടുണ്ട്. നീ വേണ്ട അവിടെ വേണ്ട പോയി. നാദ്ര, നീ മതി. അല്ല അടിയുടെ സമയം ഉണ്ട് കേട്ടോ. വെച്ചിട്ടുണ്ടോ? ഓക്കെ. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. അപ്പോ ഈ ഇനിയിപ്പോ അവസാനം ഞങ്ങളും കൂടി ബേനി ചേച്ചിയും നവീനും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു തീരുമാനമാണ്. അതെ, ഒരു വ്യക്തമായ തീരുമാനം കൂടി അല്ലേ? പ്ലീസ് എടുത്തോട്ടെ. എടുക്കാം. സമയമില്ലല്ലോ, ഇനി വേറെ എല്ലാം കഴിഞ്ഞില്ല. കഴിഞ്ഞു, വേറെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ മാർക്ക് ഇടുക, കഴിക്കുക, മാർക്ക് ഇടുക. വിജയ് കഴിക്കണതിന് മുമ്പേ മാർക്കിട്ട് അവസാനം ഇങ്ങനെയും കൂടെ കാണിക്കും. നവീൻ നവീൻ ഇയാള് നടക്ക്. വലിയ പരിചയമൊന്നുമില്ലല്ലേ? എന്ത് പാടായത്. നിങ്ങള് കഴിക്കണില്ല? വേണ്ട ചേച്ചി, നിങ്ങൾ അനുഭവിച്ചോ. മെക്സിക്കൻ ആയാലും ഇന്ത്യൻ ആയാലും നിങ്ങൾ അല്ലല്ല. അതൊക്കെ പൊളിയായിട്ട്. ഓക്കെ അല്ലേ? ഒന്നുകൂടി ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്? വേണ്ട മതിയല്ലേ? എടുത്തോട്ടെ. പ്രോട്ടീൻ ഉണ്ടോ? അതെല്ലാം എഡിബിളാ. നവീൻ ഇങ്ങനെ കൂടെ കാണിക്കും. ചുമ്മാ നാളെ എടുത്ത് തക്കാളി എടുത്ത് ഭയങ്കര ഡിസ്കഷൻ നമ്മളെ നടത്തി വിട്ടോടെ. ഒരു പ്രത്യേക അറിയിപ്പ്, അടുത്ത ആഴ്ച മുതൽ വേറെ ഷെഫ് വരും കേട്ടോ. പണി ഞങ്ങൾക്കിത് അറിയാം കേട്ടോ. പണി വേഗം വെക്കുകയും ചെയ്തു. അപ്പൊ എന്റെ ഡ്യൂട്ടി എനിക്ക് തന്നില്ലേ ഓ, ചേച്ചി? നീ വെക്കണോ? താങ്ക് യു. അതെ അപ്പൊ എന്തായാലും നമ്മള് ഇതാ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നിങ്ങൾ രണ്ടുപേരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നിങ്ങൾ രണ്ടും ടേസ്റ്റ് ചെയ്യാതെ എന്നിട്ട് വേണം ഞങ്ങൾക്ക് അറിയാം. അല്ല ഞാൻ പറയാം കറക്റ്റ്. ഇനി സോസ് കൂടെ വെച്ചിട്ടുണ്ട്. സോസ് അപ്പൊ അത് വേറെ flavor. മാർക്കെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ യമനി ചേച്ചിയും ദീപനൂടെ ചെയ്തെടുത്ത മെക്സിക്കൻ കട്ട്ലറ്റ് ദാ ഇവിടെ കൊണ്ടുവച്ചു. നമ്മളെല്ലാവരും കഴിച്ചു, മാർക്ക് രേഖപ്പെടുത്തി. ഇനി അഭിപ്രായങ്ങൾ പറയാം. Okay.
നിങ്ങൾ തന്നെ ഫസ്റ്റ് പറയും. നിങ്ങൾ തന്നെ ആദ്യം. ക്രിസ്റ്റി ആൻഡ് ദിവ്യ ചേച്ചി. അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു അല്ല കഴിച്ചപ്പോ നമുക്ക് കഴിച്ചപ്പോൾ ഈ എനിക്ക് പറഞ്ഞ flavour- അതിനകത്ത് ഒരു പൊടിക്ക് ഉപ്പ് ഫീൽ ചെയ്തു. പിന്നെ ഒരു ജീരകത്തിന്റെ എന്തോ ഒരു ഫ്ലേവർ എറിച്ച് നിൽക്കുന്ന പോലെ എനിക്ക് കുത്ത് കിട്ടി. കാരണം ഇത് ഒന്നും കൂടുതൽ എന്താ മീൻസ് കുത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പൊടിയുടെ കുത്തില്ലേ, പൊടിക്ക് മുന്നേ ഇങ്ങനെ അത് നമുക്ക് ഇതിപ്പോ കുറെ കഴിക്കാൻ പറ്റില്ല എന്തായാലും. അത് എറിച്ച് നിൽക്കുന്നതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല. അത് ജീരക നമ്മൾ ഇല്ല അങ്ങനല്ല, അളവില്ലാതെ കണ്ട് വീണതാവാം. അല്ല, എക്സ്ട്രാ മസാലയോ പൗഡറോ ഒന്നുമില്ല. ഇത് സംഭവം അല്ല, ഇടുന്നത് അളവ് കുറച്ചിരുന്നെങ്കിൽ ഇതുപോലെ നമ്മളെ ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ ചോദ്യങ്ങൾക്ക് മാത്രം നമ്മൾ മറുപടി പറയാം. അതിനെ പറയുന്നത്. കാരണം തർക്കത്തിനല്ല. ഓക്കെ, അതാ പറഞ്ഞത്. പിന്നെ ക്രിസ്പി ആയിട്ടുണ്ട്, അതൊക്കെ ഓക്കെ. എനിക്ക് ഇതാണ് ഫീൽ ചെയ്തത്, ശകലം ഉപ്പ് നിൽക്കുന്നു. ആ ഒരു അതിന്റെ ജീരകം നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, ഇതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ സീസണിങ് പാക്കറ്റ്, ഒറിജിനൽ ഓർഗാനിക് പാക്കറ്റ് മാത്രം ഇട്ടേ. അത് ഇട്ടതിന്റെ അതിലാവാം. അതാണ് ആദ്യം പറഞ്ഞ ഈ മെക്സിക്കൻ അത് ഒരുപാട് കഴിക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. മെക്സിക്കൻ അപ്പോ സീസണിങ്ങിന്റെ അത്രയ്ക്ക് കഴിക്കാൻ പറ്റില്ല, ഒരുപാട് കഴിക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നന്നായില്ല. നന്നായില്ല എന്ന് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞല്ലോ അഭിപ്രായം. അതിന്റെ അഭിപ്രായം പറഞ്ഞാണ്. വീണ്ടും വീണ്ടും അതൊന്ന് കഴിക്കാൻ കുറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. ഉപ്പ് കൂടുതലാണ്, കുറച്ച് ഉപ്പ് കൂടുതൽ. രണ്ടാമത് ടേസ്റ്റ് ചെയ്ത് നാദ്രയും വിഷ്ണു ആയിരുന്നു. പ്രസന്റേഷൻ ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു. നല്ല ടേസ്റ്റും ഉണ്ട്. സെയിം അഭിപ്രായം വിഷ്ണുവിന്റെ ചെവി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പിന്റെ കാര്യത്തിൽ. ഉപ്പ് ഒരു പൊടിക്ക് കൂടുതലാണെന്ന്. പ്രത്യേകിച്ച് അതിന്റെ ടേസ്റ്റ് നമുക്ക് അറിയില്ല, മറ്റേ ഈ പറഞ്ഞ പാക്കറ്റ് അതിന്റെ പ്രശ്നം ഉണ്ടായിരിക്കാം ചിലപ്പോൾ എല്ലാവർക്കും. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടേസ്റ്റായിട്ട് ബന്ധപ്പെട്ടതല്ല, എനിക്ക് തോന്നിയ കാര്യമാണ്. ഈ ഷോ കാണുമ്പോഴത്തേക്ക് ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള സംഭവമാണല്ലോ നിങ്ങൾ ഇട്ടേക്കുന്നത്. ഈ ഫുഡിന്റെ ചാനൽ എപ്പിസോഡിൽ കാണുമ്പോഴത്തേക്കും ട്രൈ ചെയ്യണം എന്ന് അവർക്ക് തോന്നുന്നു. അപ്പൊ എന്ത് ചെയ്യും? അത് ഓൺലൈൻ അവൈലബിൾ ആണ്. ഇത് ടാക്കോ സീസണിങ് ടാക്കോ ആയിട്ട് ഫക്കീറ്റ് ആയിക്കോട്ടെ ഓൺലൈൻ നമുക്ക് കിട്ടും. പക്ഷെ ഇവിടെ നമ്മൾ അന്വേഷിച്ചപ്പോൾ അത് കിട്ടിയില്ല. പിന്നെ എവിടെ കിട്ടുന്ന നീ ഓൺലൈൻ മേടിക്കാൻ പറ്റും. നമുക്കിപ്പോ ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ കിട്ടില്ല. ഷോപ്പിൽ കിട്ടില്ല. ഓൺലൈൻ പറഞ്ഞാൽ നമുക്ക് 2 ദിവസം എടുക്കില്ലേ? നമുക്കത് അറിയാത്തില്ല. സംതിങ് ഡിഫറെന്റ് ആണ് സാധനം. അപ്പൊ എനിക്ക് യൂസിൽ വരില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള തോട്ട് വന്നു. അപ്പൊ ആ ചോദ്യം എന്റെ മനസ്സിലുണ്ടാവും, അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ. നല്ല കാര്യമാണത്. കാരണം സാധാരണക്കാരൻ അല്ലെങ്കിൽ നോർമലി നമുക്ക് അവൈലബിൾ ആയിട്ട് സാധനം അല്ല എന്ന്. ഓക്കെ, സാറല്ല, എന്നാലും ഇതൊരു നമ്മുടെ ഇവിടെ ഒരു പരീക്ഷണമാണല്ലോ അല്ലേ? എനിവേ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ഇനിയിപ്പോ ചേച്ചിയും നവീനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാരണം മാർക്കെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾക്കും ഈ പറയുന്ന പോലെ ജീരകത്തിന്റെ അല്ലേ, പക്ഷെ പ്രസന്റേഷൻ നല്ലായിരുന്നു. പിന്നെ നമ്മൾ ഇതുവരെ കഴിക്കാത്ത ഒരു കട്ട്ലറ്റ് കഴിച്ചതിന്റെ ഒരു ഫീലിംഗ് ഉണ്ട്. നമ്മൾ ഇതുവരെ നമ്മുടെ നാവിന് ഒരു പരിചയമില്ലാത്ത ഒരു ടേസ്റ്റ് ആണ് ഇപ്പൊ കിട്ടിയത്. കട്ട്ലറ്റിന് ഇന്ന് വരെ കിട്ടാത്ത ഒരു ഫ്ലേവർ. ഈ പറഞ്ഞ പോലെ എനിക്ക് ഉപ്പിനേക്കാൾ കൂടുതൽ ജീരകം ഇപ്പോഴും വായിൽ അങ്ങനെ ആ ജീരകം കുറച്ച് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ നമുക്കൊരു ജീരകത്തിന്റെ ഒരു ചെറിയ കൂടുതൽ ഫീൽ ചെയ്യുന്നു. ചിലപ്പോ അതിന്റെ ആവാം നമുക്ക്. പക്ഷെ നോർത്ത് ഇന്ത്യൻസിനാണ് ശരിക്കും പറഞ്ഞാൽ ജീരകം ഭയങ്കര. നമുക്കൊരു എന്താണ് കാളൻ ഉണ്ടാക്കുമ്പോൾ പോലും ജീരകം കുറച്ചങ്ങോട്ട് കൂടി അപ്പൊ അതിന്റെ മണം നിൽക്കും. അപ്പൊ ജീരകം വളരെ കുറവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ജീരകം ഒരിത്തിരി എനിക്ക് കൂടുതൽ തോന്നുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ നമ്മൾ മെക്സിക്കോ പോയിട്ടില്ല, യുഎസിലും ഞാൻ പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു അവരുടെ ഡിഷുകളിൽ ഈ നമ്മുടെ ചെറിയ ജീരകം ഇത്തിരി കൂടുതലായിരിക്കും. ടാക്കോ സീസണിൽ ടാക്കോ സീസണിൽ അതിനകത്ത് ഓൾറെഡി അത് കൂടുതലായിരിക്കാം മേ ബി. അതുപോലെ ഗാർണിഷ് ചെയ്തേക്കണൊക്കെ ദീപം നന്നായിട്ടുണ്ട്. താങ്ക് യു. എന്തോ അദ്ദേഹത്തിന് പറയാനുള്ള ഇതിലിപ്പോ നേരത്തെ പറഞ്ഞ ഫൈറ്റ അല്ലെങ്കിൽ ടാക്കോ എന്ന് പറയുന്നത് നമ്മുടെ ചപ്പാത്തി ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്നു. അവർ കോൺ പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ കോൺ കൊണ്ടുണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാത്രം പോലെ ആയിട്ട് അതാണ് ടാക്കോ. അത് തന്നെ സോഫ്റ്റായിട്ട് ചീസ് വെച്ച് മടക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ കാസഡിയ, ഫൈറ്റ അതൊക്കെ ആ ഒരു വിഭാഗത്തിൽ വരിക. ഇതിനകത്ത് ഇവർ യൂസ് ചെയ്യുന്നത് ബേക്ക് ബീൻസും റൈസും, റെഡ് റൈസും, മെക്സിക്കൻ റെഡ് റൈസും അതിൻ്റെ കൂടെ വെജിറ്റബിൾസും മീറ്റും കൂടെ വെച്ചിട്ടാണ് കഴിക്കുന്നത്. അതിൻ്റെ സീസണിങ് ആഡ് ചെയ്യുമ്പോൾ ഈ ചോറിനും ബീൻസിനും വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഈ ജീരകം കൂടുതലായിട്ട് നിൽക്കുന്നത്. ടാക്കോസ് കഴിക്കുന്ന ആൾക്കാർക്ക് അറിയാം, അത് കഴിക്കാനൊരു ആ ഒരു രുചി വേണമെന്നുണ്ടെങ്കിൽ, തൊണ്ടയിൽ വെള്ളം വരണം എന്നുണ്ടെങ്കിൽ ഒരു പൊടിക്കുപ്പും ജീരകവും വേണം. അതാണ് ഈ ടാക്കോ സീസണിങ്. അപ്പോൾ ആ ടൈപ്പിലുള്ളത് നമ്മൾ കട്ട്ലറ്റിൽ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ലെവൽസ് മാറ്റേണ്ടി വരും. താങ്ക് യു. അത് ഭയങ്കര ഒരു ഗുഡ് ഇൻഫർമേഷൻ ആണ്. കാരണം നമുക്ക് മെക്സിക്കൻ ഡിഷസിന്റെ ഈ സാധനങ്ങൾ അറിയില്ല. അതെ, മേ ബി അവിടുത്തെ ഒരു ടേസ്റ്റ് മെക്സിക്കൻ ഫുഡ് ശരിക്കും വളരെ ടേസ്റ്റിയാണ്. ഇന്ത്യൻ ഫുഡ് പോലെ തന്നെയാണ്. അവർ യൂസ് ചെയ്യുന്ന റൈസ് റെഡ് റൈസ് ആണ്.
നമ്മൾ യൂസ് ചെയ്യുന്ന ചോറിനേക്കാളും കുറച്ചുകൂടെ ഡാർക്ക് റെഡ് കളറിലായിരിക്കും. അതിൻ്റെ കൂടെ ബ്ലാക്ക് ബീൻസ് യൂസ് ചെയ്യും, ബേക്ക് ബീൻസ് യൂസ് ചെയ്യും. ഈ ബീൻസ് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ മീറ്റ് വളരെ ഡ്രൈ ആയിട്ട് അവർ കുക്ക് ചെയ്തിട്ടാണ് ടാക്കോയിൽ ഫില്ല് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ അവർ ഫ്രഷ് ക്രീമും ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത്രയും എന്താ പറയുക, ഒരു റിച്ച് ആയിട്ടുള്ള ഇതിന് ഷാർപ്പായിട്ടുള്ള ഫ്ലേവർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ കട്ട്ലറ്റിൽ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് മോഡിഫൈ ചെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ നിങ്ങളുടെ വിഭവത്തിന്റെ അഭിപ്രായങ്ങൾ കേട്ടു. നമ്മുടെ മാർക്ക് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരിക്കും പ്ലീസ്. കാലത്തേക്ക് യാത്ര പറയുകയാണ്. നാളെ ഈ വീറോടും വാശിയും കൂടിയുള്ള അതിനേക്കാൾ രുചിയുള്ള മണമുള്ള ഗുണമുള്ള എപ്പിസോഡുമായി ഞങ്ങൾ നാളെ വീണ്ടും വരും. അതുവരേക്കും ടാറ്റ. Crockery partner Minolta, easy and healthy cooking. Anish Ravi costume sponsored by Dhanya Furniture, Kottarakara.